എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നോയമ്പ് കാലമൊക്കെയാണല്ലോ. നോയമ്പ് കാലത്ത് നമ്മൾ എല്ലാവരും അധികം നമ്മൾ വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് സാമ്പാർ സാദം, സാമ്പാർ റൈസ് എന്നൊക്കെ പറയും. നല്ല രുചിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസാണ്. കിഴങ്ങ്, ചെറിയുള്ളി, ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ ഇത് തേങ്ങയാണ്. അതുപോലെ അണ്ടിപ്പരിപ്പ്, ഒരു മുറി തേങ്ങയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് പൊന്നീരി അല്ലെങ്കിൽ കൈമ റൈസ്, ഞാനിവിടെ കൈമ റൈസ് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അര ഗ്ലാസ് നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പാണ്. പിന്നെ വെജിറ്റബിൾ, മുരിങ്ങയില, ബീൻസ്, അതുപോലെ തന്നെ ഇത് അല്പം ശർക്കരയാണ്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, പുളിവെള്ളം, ഇഞ്ചി വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. വെളിച്ചെണ്ണ വേണം, അല്പം നെയ്യ് വേണം, കായപ്പൊടി വേണം. വറ്റൽമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതിയായിരിക്കും. 1 ഗ്ലാസ്സിന് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് കടുകാണ്, പിന്നെ കുരുമുളക്, അതുപോലെ തന്നെ ജീരകം, ഉലുവ, ഉപ്പ്, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ആദ്യമായിട്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാകും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക്, 1 സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും പിന്നെ 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം കൂടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. അതും 1/2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ കുരുമുളകാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക്, പിന്നെ അതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. തീ നമ്മൾ വളരെ സിമ്മിൽ വേണം ഫ്ലെയിം വെക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ കരിഞ്ഞങ്ങ് പോകും. ഇനിയും ചൂടായതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയാണ്. ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് നടുവേ കീറിയിട്ടുണ്ട്. ആ കൊച്ചുള്ളി ഇങ്ങനത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതുപോലൊന്നും അധികം കഴിച്ചിട്ടുണ്ടാവില്ല. സാമ്പാറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കണം. അതിൻ്റെ രുചി അറിയണമെങ്കിൽ വേറെ ലെവൽ തന്നെയാണ്. ഇനി 1 സ്പൂൺ ഇഞ്ചിയാണ് അരിഞ്ഞത്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചക്കറിയിലിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കിഴങ്ങ്. ഇത് ഞാൻ 1 ഗ്ലാസ് അരിയുടെ കണക്കാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ അളവിലെടുക്കണം. ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങക്കോലും കൂടെ. ഞാൻ 1 മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത്. 1 ക്യാരറ്റ്, 1 തക്കാളി, 1 ചെറിയ കിഴങ്ങ്, ബീൻസ്, ഒരു 5-6 ബീൻസ്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചക്കറിയുടെ ആ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റുമ്പോഴത്തേനൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാകാൻ തുടങ്ങും. പച്ചമണം എല്ലാം മാറി മസാലയിലൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കാം. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മസാലകളെല്ലാം നന്നായിട്ട് പച്ചക്കറി മസാലയിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നേരെ തിരിഞ്ഞു പോയി പറഞ്ഞത്. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പാണ്, സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ് തന്നെയാണ്, 1/2 കപ്പ് പരിപ്പ്, അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങ മുഴുപ്പിലുള്ള പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്താണ്. അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് അരിയും 1/2 കപ്പ് നമ്മൾ പരിപ്പും കൂടിയാണ് ചേർത്തത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു അല്പം ലൂസായിട്ട് തന്നെ, ഒത്തിരി ടൈറ്റായിട്ട് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ്. ഇത് കായപ്പൊടിയാണ്. ഒരു 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പും കിഴങ്ങൊക്കെ ചേരുന്നല്ലേ, അപ്പോൾ കായപ്പൊടിയും കൂടെ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന ഭാഗം വീഡിയോ അത് പോസായി പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ 4.5 കപ്പ് വെള്ളം 1 ഗ്ലാസ് അരിയും 1/2 കപ്പ് പരിപ്പിനും കൂടെ ആ കണക്കിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരല്പം കൂടി നിർത്തോണം കുഴപ്പമൊന്നുമില്ല, അല്പം ലൂസാകത്തേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5 ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്പം ലൂസായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പരുവത്തിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ പാച്ചോറിൻ്റെയൊക്കെ പരുവത്തിൽ. ഇനി കുക്കറിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതി, 4 എണ്ണം വേണം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമുക്കൊരു 5 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് 4 ഫ്ലെയിം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും, ഇത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനൊന്ന് അല്പം കൂടി രുചി കൂട്ടുന്നതിന് വേണ്ടി കടായിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്ത് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പാണ്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച്. ഞാനൊരു ചെറിയ മുറി തേങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും ആ തേങ്ങയെല്ലാം കൂടി ഒന്ന് കളർ ചേഞ്ചായി ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴത്തേനും 1 സ്പൂൺ ശർക്കരയാണ്. പൊടി ഉണ്ടെങ്കിലും ചേർക്കാം, ഇത് ഞാനൊരു വെല്ലം പൊടിച്ചെടുത്താണ്. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അലുത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്ന് ശർക്കരയ്ക്ക് അലുത്ത്. ഇനി നമുക്ക് ഈ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൈസിലേക്ക് ആ ഒരു വറവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ടിഫിൻ ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലും കൂടെ തൂവി കൊടുക്കുക, അപാര രുചി തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, വയറിന് നല്ല സുഖമാണ്. ഡയറക്റ്റ് നമ്മൾ സാമ്പാർ കഴിക്കുമ്പം നമുക്ക് പലർക്കും ഇഷ്ടമില്ല, ഉണ്ടാക്കാനേ തോന്നത്തില്ല കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പം ആ റൈസിനോടൊപ്പം നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കൂടെ നമ്മൾക്ക് അച്ചാറും പപ്പടവും കൂടിയാണ് വേണ്ടത്. അപ്പം പപ്പടമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നോമ്പ് കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ്. പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാനൊരു വീഡിയോ ചെയ്യുന്നു ഒരു ഹെയർ ഡേയുടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തുവാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നത്. എനിക്ക് ഇതിനകത്ത് കാര്യമായ റിസൾട്ടൊന്നും കിട്ടിയില്ല, കൈ കറുത്തൊന്നല്ലാതെ. അപ്പം ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.